സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാടിനെ ഭ്രാന്താലയമെന്ന് വിളിക്കുന്നതിനും മുമ്പേ ജാതിഭ്രാന്ത് മൂത്തവർ കുറേ മനുഷ്യരെ ഇവിടെ ആടുമാടുകളെപ്പോലെ വിൽക്കുകയും വാങ്ങുകയും തല്ലുകയും കൊല്ലുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് അടിമ വ്യാപാരത്തിനായി രജിസ്റ്റർ ചെയ്ത കമ്പനികളും അടിമച്ചന്തകളും ആൾപിടുത്തക്കാരും വരെ ഉണ്ടായിരുന്നത്രേ. നമ്മുടെ നാട്ടിൽ കൊച്ചി, പൊന്നാനി, കൊല്ലം എന്നിവിടങ്ങളിൽ വിദേശികൾ വന്ന് അടിമകളെ വാങ്ങി കപ്പലുകളിൽ കയറ്റിക്കൊണ്ടുപോയി അവരുടെ കമ്പോളങ്ങളിൽ വിറ്റിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ കാർഷിക ജോലികൾക്കായിരുന്നു അടിമകളെ ഉപയോഗിച്ചിരുന്നത്. കോഴിക്കോട്, കായംകുളം, തലശ്ശേരി, ചങ്ങനാശ്ശേരി, കോട്ടയം തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിൽ അടിമക്കച്ചവടം നടന്നിരുന്നു. ഈ സ്ഥലങ്ങൾ പൊതുവെ അടിമച്ചന്തകളെന്നും അറിയപ്പെട്ടിരുന്നു. കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തായി ഇരുമ്പ് വലയത്തിനുള്ളിൽ ഇപ്പോഴും സൂക്ഷിച്ചു വരുന്ന ഈ കല്ല് ഇവിടെ നടന്ന അടിമച്ചന്തയുടെ ഗതകാല സ്മരണയാണ്. ഈ ചീങ്ക ഇരിക്കുന്ന സ്ഥലം കയ്യാലയ്ക്കകം ചന്ത എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കൊണ്ടുവരുന്ന അടിമകളെ വരിവരിയായി നിർത്തി ഓരോരുത്തരുടെയും ശാരീരിക ബലം പരിശോധിച്ച് കന്നുകാലി കണക്കെ വിലപേശി പറഞ്ഞാണ് കച്ചവടം ഉറപ്പിക്കുക. പിന്നെ അറവുമാടുകളെപ്പോലെ പുതിയ യജമാനൻ്റെ താവളത്തിലേക്ക്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ നിലനിന്നിരുന്ന അടിമ വ്യവസ്ഥയെപ്പറ്റി നമ്മൾ മലയാളികൾക്ക് ഇപ്പോഴും വലിയ അറിവില്ല. 1855 അടിമ വ്യാപാരം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത്. 2025 അടിമ വ്യാപാര നിരോധന വിളംബരം 170 വർഷങ്ങൾ പിന്നിടുകയാണ്. 1.5 നൂറ്റാണ്ട് മുമ്പ് നടന്ന അടിമക്കച്ചവടം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്ര സത്യമാണ്.